മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ വെളിപ്പെടുത്തലുമായി റിസോർട്ട് മാനേജർ രംഗത്തെത്തിയിരിക്കുകയാണ്. പോലീസല്ല ആദ്യം വെടിയുതിർത്തത്, മാധ്യമങ്ങൾ തന്റെ വാക്കുകളിൽ കള്ളപ്രചരണം നടത്തിയെന്നും മാനേജർ പറഞ്ഞിരിക്കുന്നു. രഞ്ജിത്തിന്റെ വെളിപ്പെടുത്തൽ പീപ്പിൾ ടിവിയുടെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് പോലീസ് വന്നതിന് ശേഷമാണ് വെടിവെപ്പ് ഉണ്ടായത് എന്നാണ്. അല്ലാണ്ട് പോലീസ് ആണ് ആദ്യം വെടിവെച്ചതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല, ഞാനത് ഉദ്ദേശിച്ചിട്ടുമില്ല. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഓൾറെഡി പറഞ്ഞതാണ് ആദ്യം വെടിവെച്ചത് മാവോയിസ്റ്റ് ആണ് എന്നാണ്. കാരണം ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ഈ റിസോർട്ടിൻ്റെ അകത്തില്ല, ഇവിടുന്ന് കുറച്ച് ദൂരെയായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പറയാത്ത കാര്യം ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ച് ഞാൻ അങ്ങനെ പോലീസാണ് ആദ്യം വെടിവെച്ചത് എന്ന് ഞാൻ പറഞ്ഞതായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് പോലീസ് വന്നതിന് വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, പുതിയ വെളിപ്പെടുത്തലാണ് റിസോർട്ട് മാനേജർ നടത്തിയിരിക്കുന്നത്. ആദ്യം വെടിയുതിർത്തത് പോലീസ് അല്ല എന്നാണ് ഇപ്പോൾ മാനേജർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങളുടെ വിശദാംശങ്ങൾ എന്താണ്? ബുധനാഴ്ച വൈകിട്ട് രാത്രി 9 മണിക്ക് പോലീസും മാവോയിസ്റ്റ് സംഘവും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിനെ കുറിച്ച് പോലീസ് ഇന്നലെ വിശദീകരിച്ചത്, അതായത് ഉത്തരമേഖല കണ്ണൂർ റേഞ്ച് ഐ ജി ബൽറാം കുമാർ ഉപാധ്യായ ഇന്നലെ പറഞ്ഞത്, ഇത് ഇന്നലെ അന്ന് രാത്രിയോടുകൂടി മാവോയിസ്റ്റ് സംഘം ഈ റിസോർട്ടിലെത്തുകയും 50,000 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം ഈ തുക പൂർണ്ണമായി നൽകണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ കുറച്ചു സമയം നിലയുറപ്പിക്കുകയും ചെയ്തു. ഈ സമയത്താണ് പോലീസിന് ഈ സംഭവത്തെ കുറിച്ച് ഒരു വിവരം ലഭിക്കുന്നത്. ഇത്തരത്തിലൊരു സംഘം, സായുധധാരികളായ സംഘം റിസോർട്ടിൽ എത്തുന്നത് എന്ന്. അതിനുശേഷമാണ് പോലീസ് കൺട്രോൾ സംഘം സ്ഥലത്തെത്തുകയും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ റിസോർട്ടിലേക്ക് ഇരച്ചു കയറിയ പോലീസ് സംഘം മാവോയിസ്റ്റ് സംഘത്തെ കാണുകയും കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പോലീസിന് നേരെ വെടിയുതിർത്ത് ഓടിപ്പോകുവാനാണ് ഇവർ ശ്രമിച്ചത്. ഇത്തരത്തിലുള്ള വെടിവെപ്പിൽ പോലീസ് വാഹനത്തിനും അതോടൊപ്പം തന്നെ ഈ വെടിവെപ്പിന്റെ അവശിഷ്ടങ്ങളും പോലീസിന് ശേഖരിക്കുകയുമുണ്ടായി. ഏതായാലും ഇത്തരമൊരു വാദമായിരുന്നു പോലീസ് പറഞ്ഞത്. ഇത് സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ റിസോർട്ട് മാനേജറും അദ്ദേഹത്തിൻ്റെതായിട്ടൊരു പരാമർശം വരുന്നത്. നേരത്തെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ പോലീസാണ് ആദ്യം വെടിവെച്ചതെന്ന് റിസോർട്ട് മാനേജർ രഞ്ജിത്ത് പറഞ്ഞു എന്ന രീതിയിലായിരുന്നു ആ വാർത്തകൾ വന്നത്. എന്നാൽ ആ വാർത്തകൾ തന്റെ പരാമർശം വളച്ചൊടിച്ചത് കൊണ്ടുള്ളതാണ് എന്നാണ് ഇപ്പോൾ റിസോർട്ട് മാനേജർ പറയുന്നത്. കാരണം ഈ സംഭവം നടക്കുന്ന സമയത്ത് താൻ ആ സ്ഥലത്തില്ലായിരുന്നു. പോലീസ് ആണ് ആദ്യം വെടിവെച്ചത് എന്ന് ഒരു തരത്തിലും താൻ പറഞ്ഞിട്ടില്ല. തന്റെ പരാമർശങ്ങൾ, അതായത് ഈ വെടിവെപ്പിനെ കുറിച്ച് താൻ നടത്തിയ പരാമർശങ്ങൾ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ച് പോലീസ് ആദ്യം വെടിവെച്ചു എന്ന രീതിയിലാക്കി മാറ്റുകയായിരുന്നു. ഇത് താൻ പറഞ്ഞിട്ടില്ല, താൻ ആ സമയത്ത് ആ സ്ഥലത്തില്ലായിരുന്നു എന്നുള്ള വ്യക്തമായൊരു നിഷേധമാണ്, ആ വാർത്തകളോടുള്ള നിഷേധമാണ് ഇപ്പോൾ റിസോർട്ട് മാനേജർ രഞ്ജിത്ത് ഇപ്പോൾ പറയുന്നത്. ഈ സംഭവ സ്ഥലത്ത് അദ്ദേഹം ഇല്ലായിരുന്നു ആ സമയത്ത് എന്നുകൂടി കൂടുതൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അനൂപ്, ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ ഇതിലെ സംഘത്തിലെ ഒരാൾ AK-47 തോക്കുമായാണ് അവിടെ എത്തിയതെന്നും ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ ചില മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ ഏറ്റുമുട്ടൽ വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല. കാരണം ഈ കൊല്ലപ്പെട്ട CP ജലീൽ എന്ന മാവോയിസ്റ്റ് നേതാവിന്റെ സമീപത്തു നിന്ന് കിട്ടിയത് ഒരു പഴയ തോക്കാണ്, ഒരു നാടൻ തോക്കാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നലെ വൈകിട്ട് ബുധനാഴ്ച രാത്രി റിസോർട്ടിലെത്തിയ 2 അംഗ മാവോയിസ്റ്റ് സംഘത്തിലെ ഒരാൾ കയ്യിലേന്തിയിരുന്നത് AK-47 പോലുള്ള അത്യാധുനിക പ്രഹരണശേഷിയുള്ള വലിയ പ്രഹരശേഷിയുള്ള AK-47 തോക്കാണെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് വ്യക്തമാണ്. ഈ പോലീസ് ഈ സ്ഥലത്തെത്തിയത് അറിഞ്ഞ് റിസോർട്ടിന്റെ ഫ്രണ്ട് ഓഫീസ് ക്യാബിനിൽ നിന്ന് പുറത്തെത്തിയ സംഘം വെടിയുതിർത്തുകൊണ്ടാണ് പുറത്തേക്ക് ഓടിയത് എന്നാണ് പോലീസ് പറഞ്ഞത്. ഇത് ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഈ ദൃശ്യങ്ങൾ. കാരണം ഈ തോക്കിൽ നിന്ന് തീർച്ചയായും വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഇതിന് തെളിവായി ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ വെടിവെപ്പിന് ശേഷം സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തുകയുണ്ടായി. ഈ പരിശോധനയിൽ ലഭിച്ച അവശിഷ്ടങ്ങളിൽ പ്രധാനമായും ഈ തോക്കിന്റെ തിരകളുടെ ഭാഗങ്ങൾ, ഇതിൽ പോലീസ് അല്ലെങ്കിൽ തണ്ടർബോൾട്ട് സംഘത്തിന്റെ തോക്കിൽ നിന്ന് ഉള്ളതല്ലാതെയുള്ള വെടിയുണ്ടകളുടെ അവശിഷ്ടവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങളെല്ലാം പരിശോധിക്കുമ്പോഴാണ് വലിയൊരു വെടിവെപ്പിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരസ്പരമുള്ള പ്രത്യാക്രമണങ്ങളിലേക്ക് ആ സമയത്ത് അവിടെ നടന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ. അത് ഏതാണ്ട് ഏറെക്കുറെ ശരിയുമാണ്. കാരണം
ഈ പോലീസ് സംഘം സ്ഥലത്തെത്തി ഉടൻ തന്നെ ഈ സ്ഥലത്തെത്തി നിറഞ്ഞ് ഈ മാവോയിസ്റ്റ് സംഘാംഗങ്ങൾ പുറത്തേക്ക് വരികയും വെടിയുതിർത്തുകൊണ്ട് ഓടിപ്പോവുകയുമാണ് ചെയ്തത്. ഇതിനു ശേഷമുണ്ട് ഏതാണ്ട് ഒരു അർദ്ധരാത്രി വരെ ഈ ഏറ്റുമുട്ടൽ തുടരുകയും ചെയ്തു. രണ്ടു ഭാഗത്തു നിന്നും വെടിവെപ്പുണ്ടായി എന്നാണ് പോലീസ് നേരത്തെ പറഞ്ഞത്. ഈ കാര്യങ്ങളെ സാധൂകരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ റിസോർട്ട് മാനേജറും തന്റെ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ നേരത്തെയുള്ള നിലപാട് തിരുത്തി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സമയത്ത് അവിടെ അത്തരത്തിൽ കൃത്യമായി സംഭവം സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകാൻ അത്തരത്തിൽ ഈ സംഭവം കണ്ട അവിടെ ആരുമില്ലായിരുന്നു. ഇങ്ങനെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഓടിയ ഇവർ വെടിയുതിർത്തുകൊണ്ടാണ് ഓടി പുറത്തെത്തിയത്. തുടർന്നാണ് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുണ്ടായത്. ഏതായാലും ഈ ഏറ്റുമുട്ടലിലാണ് ഒരു മാവോയിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടത്. ശരി, വിവരങ്ങളാണ് അനൂപ് നൽകിയത്. ഇടവേള. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ PJ ജോസഫിന് സീറ്റില്ലെന്ന് സൂചന. മാണി വിഭാഗത്തിൽ സ്റ്റീഫൻ ജോർജിനാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ മുൻതൂക്കമെന്നും വിവരം ലഭിക്കുന്നു. സിജു ചേരുകയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കോട്ടയം ലോക്സഭാ സീറ്റിൽ ഏറ്റവും വിശ്വസ്തനായ സ്റ്റീഫൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ജോസ് കെ മാണിയുടെ തീരുമാനം. ഇതിനു മുന്നോടിയായി കോട്ടയം രൂപതയുടെ കീഴിലുള്ള കൈപ്പുഴ സ്കൂളിലെ അധ്യാപകനായ സ്റ്റീഫൻ ജോർജ് സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകി. പാർട്ടിയിൽ PJ ജോസഫിനെ പൂർണ്ണമായും ഒതുക്കിയാണ് സ്റ്റീഫൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം ജോസ് കെ മാണി തീരുമാനിച്ചത്. ഇതോടെ പാർട്ടിയുടെ ചുക്കാൻ തന്റെ കൈകളിലാണെന്ന സൂചനയും ജോസ് കെ മാണി പ്രതിയോഗികൾക്ക് നൽകി. നേരത്തെ മാണി ജോസഫ് ലയനത്തെ ശക്തമായി എതിർത്ത സ്റ്റീഫൻ ജോർജ് കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടിരുന്നു. തുടർന്ന് തിരിച്ചെത്തിയ സ്റ്റീഫൻ ജോർജിനെ പാർട്ടി ആസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകിയാണ് മാണി കൂടെ നിർത്തിയത്. ജോസ് കെ മാണി നയിച്ച കേരള യാത്രയുടെ മുഖ്യ സംഘാടകനും സ്റ്റീഫൻ ജോർജ് ആയിരുന്നു. ജോസഫ് വിഭാഗം ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും വിശ്വസ്തനായ ആളെ വേണം സ്ഥാനാർത്ഥിയാക്കാനെന്ന KM മാണിയുടെ ഉപദേശത്തെ തുടർന്നാണ് ജോസ് കെ മാണി സ്റ്റീഫൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. പാർട്ടിയിൽ രണ്ടാം സീറ്റ് വാദമുയർത്തിയ PJ ജോസഫിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കാത്തതിനെ തുടർന്ന് PJ ജോസഫ് ഇതിൽ നിന്നും പുറകോട്ടു പോയി. പാർട്ടിയുടെ ഏക സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന നാണംകെട്ട നിലപാടാണ് PJ ജോസഫ് ഇപ്പോൾ കൈക്കൊള്ളുന്നത്. സീറ്റ് ചർച്ചയൊക്കെ തീർന്നു. നമ്മൾ പാർട്ടി കൂടി സ്ഥാനാർത്ഥി തീരുമാനിക്കും. താല്പര്യമുണ്ട്. ഓക്കെ. ലയനത്തിന് ശേഷം തന്റെ ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്ന പരാതി ഉയർത്തിയ ജോസഫിനെ തന്നെ അപ്രസക്തനാക്കിയാണ് ജോസ് കെ മാണി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പാർട്ടിയിലെ തന്റെ പ്രമാണിത്വം വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അതേസമയം കേരള കോൺഗ്രസ് എമ്മിന്റെ ഏക സീറ്റിൽ മത്സരിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് PJ ജോസഫ് പ്രതികരിച്ചു. സീറ്റ് ചർച്ചയൊക്കെ തീർന്നു. നമ്മൾ പാർട്ടി കൂടി സ്ഥാനാർത്ഥി തീരുമാനിക്കും. താല്പര്യമുണ്ട്. ഓക്കെ. മിസോറാം ഗവർണർ സ്ഥാനം കുമ്മനം രാജശേഖരൻ രാജിവെച്ചു. തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഉള്ള സാധ്യത മുന്നിൽ കണ്ടു തന്നെയാണ് രാജി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിസോറാം ഗവർണർ പദവിയിൽ 1 വർഷം പൂർത്തിയാക്കാൻ 2 മാസം ബാക്കിയുള്ളപ്പോഴാണ് കുമ്മനം രാജശേഖരന്റെ രാജി. രാജിക്കത്ത് സ്വീകരിച്ച രാഷ്ട്രപതി ആസാം ഗവർണർ ജഗദീഷ് മുഖ്തിന് മിസോറാമിന്റെ താൽക്കാലിക ചുമതല നൽകി ഉത്തരവ് പുറത്തിറക്കി. അടുത്ത ദിവസം ദില്ലിയിലെത്തുന്ന കുമ്മനം കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് ലോക്സഭാ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. മുരളീധര കൃഷ്ണദാസ് പക്ഷത്തിന്റെ തമ്മിലടിയെ തുടർന്ന് BJP സ്ഥാനാർത്ഥി നിർണയം പോലും അനിശ്ചിതത്വത്തിലായ കേരളത്തിൽ RSSന്റെ നിർബന്ധത്താലാണ് കുമ്മനം രാജശേഖരനെ മടക്കിക്കൊണ്ടുവരുന്നത്. കുമ്മനത്തിന്റെ മടങ്ങിവരവ് BJP സംസ്ഥാന ഘടകത്തിലെ തർക്കം മൂർച്ഛിക്കാനിടയാക്കും. മുൻ അധ്യക്ഷ നിലയിൽ ഭാരവാഹിത്വത്തിൽ കുമ്മനത്തെ കൂടി ഉൾപ്പെടുത്തേണ്ടി വരും. നിലവിലെ അധ്യക്ഷനായ PS ശ്രീധരൻപിള്ളയ്ക്ക് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനാകില്ലെന്ന് RSSും BJP കേന്ദ്ര നേതൃത്വവും കരുതുന്നു. കുമ്മനം തിരിച്ചെത്തുമ്പോൾ ശബരിമല വിഷയത്തിൽ വർഗീയ ധ്രുവീകരണവും RSS ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം ഗവർണറായ കുമ്മനത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിനെതിരെ ദേശീയതലത്തിലും പ്രതിഷേധം ശക്തമാണ്.
കർണാടക ഗവർണർ വാജുഭായ് വാല, രാജസ്ഥാൻ ഗവർണർ കല്യാൺ സിംഗ് എന്നിവരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. കുമ്മനത്തിന് നൽകിയ അവസരം വേണമെന്നാണ് ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി കൂടിയായ കല്യാൺ സിംഗിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. ലീഗിന് 3ാം സീറ്റ് നൽകാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, ഈ ഉഭയകക്ഷി ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് പരാജയപ്പെടാൻ കാരണം? ചർച്ചയിൽ ഇന്ന് ഉടലെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ലീഗ് കോൺഗ്രസ് 3ാം ഘട്ട ചർച്ചയും കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലായിരുന്നു ചേർന്നിരുന്നത്. ഈ ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ്. 3ാം സീറ്റ് എന്ന ലീഗിന്റെ ആവശ്യത്തെ കോൺഗ്രസ് പാടെ തള്ളുകയായിരുന്നു. യോഗശേഷം ചെന്നിത്തലയും കോൺഗ്രസ് നേതാക്കളും പിന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ലീഗ് നേതാക്കളും പ്രത്യേകമായാണ് വാർത്താ സമ്മേളനം പോലും നടത്തിയത്. മുസ്ലിം ലീഗിനോട് പറയാനുള്ളത് പറഞ്ഞു എന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. നാളെ പാണക്കാട് ചേരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി വിശദമായ ചർച്ച നടക്കുമെന്നും അതിനുശേഷം തീരുമാനം അറിയിക്കുമെന്നുമാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതേസമയം കേരള കോൺഗ്രസിന് 2 സീറ്റ് നൽകാൻ UDF തയ്യാറായാൽ ലീഗിനത് ആത്മാഭിമാന പ്രശ്നമാകും. കഴിഞ്ഞ ദിവസം ചേർന്ന യൂത്ത് ലീഗ് സംസ്ഥാന ക്യാമ്പിൽ 3ാം സീറ്റ് വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ലീഗ് നേതാക്കളെ ഇത് കുറച്ചൊന്നുമല്ല വലയ്ക്കുന്നത് എന്ന് വേണം പറയാൻ. മറ്റ് അവസരങ്ങൾ എന്ന നിലപാട്, കോൺഗ്രസിന്റെ നിലപാട് പ്രവർത്തക സമിതിയിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി അവതരിപ്പിച്ചേക്കാനും സാധ്യതയുണ്ട്. ഇനിയൊരു ഉഭയകക്ഷി ചർച്ച ഇല്ലാത്ത സാഹചര്യത്തിൽ ലീഗിന് ഇത്തരം ഉപാധികളിൽ ഒതുങ്ങേണ്ടി വരും എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. അതേസമയം തന്നെ മലപ്പുറത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കോൺഗ്രസ് ലീഗ് എന്ന് വേറിട്ട് മത്സരിക്കുന്ന പ്രശ്നം ഒഴിവാക്കി UDF എന്ന ഒറ്റ നിലയിൽ മത്സരിക്കാനും പ്രവർത്തിക്കാനും തീരുമാനിക്കുകയും അതേസമയം മറ്റ് പ്രവർത്തകരെ ലീഗ് പ്രസിഡന്റ് സ്ഥാനം നൽകിക്കൊണ്ട് മറ്റ് അണികളെ പിടിച്ചു നിർത്താനുമുള്ള ഒരു ശ്രമം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഏറ്റവും ചെറിയ തരത്തിലുള്ള കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ലീഗിന് വന്നു ചേരുക എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. അതേസമയം തന്നെ ഉഭയകക്ഷി ചർച്ച അവസാനിച്ചു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും നേതാക്കൾ തമ്മിൽ രഹസ്യമായി ഇനിയും യോഗങ്ങൾ ചേരും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രിയ ജോഷില, നാളെ തുടർ നടപടികൾ ആലോചിക്കാൻ ലീഗിന്റെ യോഗം ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഉഭയകക്ഷി ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ നാളത്തെ ഈ ഒരു ചർച്ച യോഗം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? തീർച്ചയായും നാളെ നടക്കുന്ന ലീഗിന്റെ പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ലീഗിന്റെ യോഗത്തിൽ ആയിരിക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ, 3ാം സീറ്റ് സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെടുക. അതൊരു സാധാരണ ചർച്ച ആയിരിക്കില്ല എന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരോട് പ്രത്യേകം പറഞ്ഞിരുന്നു. UDF ഉഭയകക്ഷി ചർച്ചയിലെ തീരുമാനം നേരിട്ട് അവിടെ പറയുക എന്നുള്ളതല്ല രീതി. കൃത്യമായും ലീഗിന് അവകാശപ്പെട്ട കാര്യങ്ങൾ വിശദമായ രീതിയിൽ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. എന്തായാലും അസംതൃപ്തരാണ് തങ്ങൾ എന്നുള്ള കാര്യം പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു. അസംതൃപ്തരാണോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് ഞങ്ങൾ പരസ്യമായി പറയില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ശരി, കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. ലീഗിന് 3ാം സീറ്റ് എന്ന ആവശ്യം ലീഗിന്റെ നൽകാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് അറിയിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിവരങ്ങളാണ് ജോഷില നൽകിയത്. അയോധ്യ ഭൂമി തർക്ക കേസ് പരിഹരിക്കാൻ മധ്യസ്ഥ ചർച്ച നടത്താൻ സുപ്രീംകോടതി ഉത്തരവ്. ഇതിനായി സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിലുള്ള 3-അംഗ സമിതിയെ നിയോഗിച്ചു. മുൻ സുപ്രീംകോടതി ജസ്റ്റിസ് ഇബ്രാഹിം ഖലീഫുള്ളയുടെ നേതൃത്വത്തിലുള്ള സമിതിയിൽ ശ്രീ രവിശങ്കർ, മുതിർന്ന അഭിഭാഷകൻ ശ്രീറാം പഞ്ചു എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. ചർച്ചകൾ അതീവ രഹസ്യമായിരിക്കണമെന്നും 8 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. 1.5 നൂറ്റാണ്ടുകാലമായി നീറിപ്പുകയുന്ന അയോധ്യ ഭൂമി തർക്ക കേസ് പരിഹരിക്കാൻ ഇതാദ്യമായാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നത്. പരസ്പര ചർച്ചകളിലൂടെ തർക്കത്തിന് എന്നേക്കുമായി പരിഹാരം ഉണ്ടാകുമെന്നാണ് കോടതിയുടെ പ്രതീക്ഷ. മധ്യസ്ഥ ചർച്ചകളെ എതിർത്ത ഹിന്ദു മഹാസഭയുടെയും രാംലല്ലയുടെയും ഉത്തർപ്രദേശ് സർക്കാരിന്റെയും നിലപാടുകളെ തള്ളിയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് FM ഇബ്രാഹിം ഖലീഫുള്ളയായിരിക്കും സംഘത്തെ നയിക്കുക. ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകൻ ശ്രീ രവിശങ്കറും മുതിർന്ന അഭിഭാഷകനായ ശ്രീറാം പഞ്ചുവും സംഘത്തിലുണ്ടാകും. അയോധ്യ കേസ് മധ്യസ്ഥ ചർച്ചകൾക്ക് വിടുന്നതിൽ നിയമപരമായ പ്രശ്നങ്ങളില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. സമിതിക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്താമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. നിയമപരമായ കാര്യങ്ങൾക്ക് അഭിഭാഷകരുടെ സഹായവും തേടാം. ഒരാഴ്ചക്കകം സമിതി ചർച്ചയ്ക്കുള്ള നടപടികൾ ആരംഭിക്കണം. 4 ആഴ്ചക്കകം പുരോഗതി റിപ്പോർട്ട് കോടതി സമർപ്പിക്കണം. 8 ആഴ്ചയാണ് ചർച്ചകൾക്കായി സമയം അനുവദിച്ചിരിക്കുന്നത്. ചർച്ചകളിലെ വിവരങ്ങൾ രഹസ്യമായി വെക്കണം. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ വെച്ചാണ് മധ്യസ്ഥ ചർച്ചകൾ നടക്കുക. ഇതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉത്തർപ്രദേശ് സർക്കാർ ഒരുക്കണമെന്നും കോടതി ഉത്തരവിട്ടു.
ശാശ്വത പരിഹാരമാണ് ലക്ഷ്യമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അയോധ്യ വിഷയത്തിൽ എങ്ങനെ മുറുണക്കാമെന്നാണ് സുപ്രീം കോടതി നോക്കുന്നത്. വാദത്തിനിടെ സുപ്രീം കോടതി അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അയോധ്യ കേസിൽ ആദ്യമായാണ് സുപ്രീം കോടതി മധ്യസ്ഥ ചർച്ചകൾക്ക് ഉത്തരവിടുന്നതും. 2019 ഇലക്ഷനെ മധ്യസ്ഥ ചർച്ചകൾ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്നു കാണാം. സുപ്രീം കോടതിയിൽ നിന്ന് ക്യാമറമാൻ അതുലിനോടൊപ്പം ഹരീഷ് ചനങ്ങാട്ട്. കാസർഗോഡ് പെരിയയിൽ വീണ്ടും തീവയ്പ്. CPIM പ്രവർത്തകന്റെ കരിങ്കൽ ക്വാറിയിൽ ഉപയോഗിക്കുന്ന ട്രാക്ടറും കംപ്രസറും തീവച്ച് നശിപ്പിച്ചു. പെരിയയിൽ കോൺഗ്രസുകാർ തുടരുന്ന അത്ര മക്കളുടെ തുടർച്ചയാണ് കരിങ്കൽ ക്വാറിയിലെ തീവയ്പെന്ന് CPIM ആരോപിച്ചു. പെരിയയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ തീക്കളി അവസാനിക്കുന്നില്ല. ഇന്നലെ രാത്രി CPIM പ്രവർത്തകൻ ശാസ്താ ഗംഗാധരന്റെ ആയമ്പാറയിലെ ക്വാറിയിൽ ഉപയോഗിക്കുന്ന കംപ്രസറും ട്രാക്ടറും തീയിട്ടു നശിപ്പിച്ചു. ട്രാക്ടർ കത്തുന്നത് കണ്ട് അയൽക്കാരാണ് ഓടിയെത്തി വെള്ളമൊഴിച്ച് തീയണച്ചത്. ട്രാക്ടർ ഭാഗികമായി, കംപ്രസർ പൂർണ്ണമായും കത്തി നശിച്ചു. സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് തീ പടരുന്നത് തടയാനായതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. ഞങ്ങൾ തീ ഒന്നാ കത്തുന്നത് ഞങ്ങൾ കുറെ ആൾക്കാർ കൂടി തോട്ടത്തിൽ നിന്ന് വെള്ളം കൊണ്ടു, ഈ കോറിൽ നിന്ന് വെള്ളം എടുത്തു, എല്ലാം കൊണ്ടു ഒഴിച്ചിട്ട് ലാസ്റ്റ് പോലീസിനെ വരെ അറിയിച്ചു. പെരിയയിലും പിന്നെ മറ്റേ കല്ലോട്ടിന്റെ ആ സംഭവം ആയിരിക്കും ഇത് ഈ ഭാഗമായിട്ട് ഇവിടെ നടന്നത്. പെരിയ കൊലപാതകത്തെ തുടർന്ന് ശാസ്താ ഗംഗാധരന്റെ വീട് തീയിട്ട് നശിപ്പിച്ചിരുന്നു. വീട്ടുപകരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഇവിടെ നിന്നും കൊള്ളയടിച്ചു. ഗംഗാധരന്റെ ഫർണിച്ചർ കടയും അഗ്നിക്കിരയാക്കി. ഇതിനു പിന്നാലെയാണ് വീണ്ടും തീവയ്പ്. ഗംഗാധരനും കുടുംബാംഗങ്ങൾക്കും സ്വന്തം വീട്ടിലേക്ക് ഇനിയും മടങ്ങി വരാനായിട്ടില്ല. മറ്റ് CPM പ്രവർത്തകരുടെ വീടുകളും സ്ഥാപനങ്ങളും വാഹനങ്ങളും തീയിട്ടിരുന്നു. കല്യോട്ട് ഒരു സംഘം കോൺഗ്രസ് അക്രമികൾ ഇപ്പോഴും കൊലവിളി തുടരുകയാണ്. കേസിൽ പ്രതികളായ അക്രമികൾ പോലും സ്വൈരവിഹാരം നടത്തുന്ന സ്ഥിതിയുണ്ട്. ഗംഗാധരന്റെ കോറിയിൽ നടന്ന തീവയ്പിന് പിന്നിൽ കോൺഗ്രസുകാരാണെന്ന് CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുൻ ഇമാം ഷഫീഖ് അൽ ഖാസ്മി കുറ്റം സമ്മതിച്ചു. പെൺകുട്ടിയുടെ കുടുംബവുമായി ഉണ്ടായിരുന്ന ബന്ധം മറയാക്കിയായിരുന്നു പീഡനമെന്നും 1 മാസത്തോളം ദക്ഷിണേന്ത്യയിലെ വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മഥുരയിൽ നിന്ന് പിടികൂടിയ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 1 മാസത്തിനിടയിൽ ഇമാം വേഷം മാറി സഞ്ചരിച്ചത് 16 ഇടങ്ങളിൽ. പക്ഷേ ഫലം കണ്ടില്ല. ഒടുവിൽ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. സംഭവം നടന്ന ദിവസം സ്കൂളിൽ നിന്ന് വരുന്ന വഴി വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ കാറിൽ വനത്തിനുള്ളിലെത്തിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന ചോദ്യം ചെയ്യലിൽ പ്രതി പോലീസിനോട് സമ്മതിച്ചു. കുടുംബവുമായി അടുത്ത പരിചയമുണ്ടായിരുന്നതിനാൽ പെൺകുട്ടിക്ക് സംശയം തോന്നിയില്ലെന്നും ഷഫീഖ് അൽ ഖാസ്മി പോലീസിനോട് പറഞ്ഞു. വിശാഖപട്ടണം, കോയമ്പത്തൂർ, ഊട്ടി, മധുര എന്നിവിടങ്ങളിൽ ഇയാൾ മാറി മാറി ഒളിവിൽ താമസിച്ചു. സംഭവത്തിന് ശേഷം എറണാകുളത്തേക്ക് പോയ ഇമാം വേഷം മാറി റെന്റേ കാറിലാണ് സംസ്ഥാനം വിട്ടത്. ഇന്നലെ ഞങ്ങൾക്ക് ഏകദേശം വെളുപ്പിനെ ഒരു മധുരയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ലോഡ്ജിൽ ഉണ്ട് എന്ന് വരും കുട്ടിയും ഈ കാർ നമ്പർ ഞങ്ങൾക്ക് മുമ്പേ കിട്ടിയിരുന്നു. ആ കാർ നമ്പറും ഈ ലോഡ്ജിന് മുമ്പിൽ കിടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് വെളുപ്പിനെ തന്നെ മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പ്രത്യേക അന്വേഷണ സംഘം അവിടെ എത്തിയിട്ട് ഇയാളെ പ്രതിയിൽ കസ്റ്റഡിയിലെടുക്കാൻ ഇന്നലെ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഷഫീഖ് അൽ ഖാസിമിയെ നെടുമങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. കേസിന്റെ തുടക്കത്തിൽ ഇമാമിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സഹായം ലഭിച്ചുവെന്നും പിന്നീട് കേസിന്റെ ഗൗരവം മനസ്സിലാക്കിയതോടെ സഹായം നൽകുന്നത് രാഷ്ട്രീയ പാർട്ടി അവസാനിപ്പിച്ചുവെന്നും പോലീസ് അറിയിച്ചു. SDPI ഇമാമിനെ സഹായിച്ചുവെന്ന നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. പാർട്ടിയുടെ സഹായം ആദ്യമേ ഉണ്ടായിരുന്നു. പക്ഷേ സീരിയസ്നെസ് മനസ്സിലാക്കിയതോടുകൂടി അവർ പിന്മാറുകയാണ് ചെയ്തത്. ആദ്യം ഈ പറഞ്ഞ കണക്കൊരു ഇമാമായിരുന്നു എന്നുള്ള ഒരു സപ്പോർട്ടാണ് ആ രാഷ്ട്രീയ പാർട്ടികൾ കണ്ടത്, രാഷ്ട്രീയ പാർട്ടി കണ്ടത്. പക്ഷെ അത് അവസാനം ഒരു ഇതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയതോടുകൂടി അവർ പിന്മാറുകയാണ് ചെയ്തത്. ഇമാം ഉൾപ്പെടെ 5 പേരെ പോലീസ് കേസിൽ പ്രതി ചേർത്തു. ഇമാമിനൊപ്പമുണ്ടായിരുന്ന ഡ്രൈവർ ഫാസിലും മധുരയിൽ വെച്ച് പിടിയിലായിട്ടുണ്ട്. തിങ്കളാഴ്ച കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും തെളിവെടുപ്പിന് പ്രതികളെ കൊണ്ടുപോവുക. വളരെയധികം പഴികേട്ടെങ്കിലും കൃത്യമായ അന്വേഷണത്തിലൂടെയാണ് ഇമാമിനെ അന്വേഷണ സംഘം പിടികൂടിയത്. ഇനി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. തുടർന്ന് തെളിവെടുപ്പ് നടത്തും. ക്യാമറ വുമൺ ഷാജിലയ്ക്കൊപ്പം റിനു ശ്രീധർ.